ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് ക്രിസ്മസ് ആണ്. കേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കേക്ക് കൊണ്ട് പോവാണ് കേട്ടോ. എനിക്ക് എത്രമാത്രം അവരുടെ അടുത്ത് പോയിട്ട് കേക്ക് കൊടുക്കുന്ന ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പറ്റുന്നിടത്തോളം ഞാൻ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ സമയം ലേറ്റായി, വൈകുന്നേരമാണ്. അപ്പോൾ നമ്മൾ ചർച്ചിൽ പോയി, പുറത്ത് പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ വ്ളോഗ് 1 by 1 ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. ചിലപ്പോൾ ഈ ഒരു വ്ളോഗിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ ഇനി കേക്ക് കൊടുക്കുന്നതിൻ്റെ ഇതും കൂടെ ഉണ്ട്. ഒലിവർ ഇവിടെ വന്നിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി കേക്ക് എല്ലായിടത്തും കൊടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ കേക്കൊന്നും അല്ല കേട്ടോ, നമ്മൾ മേടിച്ചതാണ്. പക്ഷെ പറഞ്ഞ് ചെയ്യിപ്പിച്ച സ്പെഷ്യൽ പ്ലം കേക്കാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ക്രിസ്മസിന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഞാൻ പാക്കൊക്കെ ചെയ്ത് കേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് വീടിൻ്റെ തൊട്ട് മുകളിലുള്ളതല്ല കേട്ടോ ഞാൻ ആദ്യം കൊടുക്കാൻ പോകുന്നത്. ഹായ് വ്ളോഗ് കമ്മിങ്. ദിസ് ഈസ് മൈ ലാസ്റ്റ് ക്രിസ്മസ് ഹൈദരാബാദ്. ആശി കേക്ക് ഖാന. ഓക്കെ മേരി ക്രിസ്മസ്. Merry Christmas. താങ്ക് യു ആൻറ്റി ബോलते. ഓക്കെ താങ്ക് യു സോ മച്ച്. ബൈ. ഹാപ്പി ക്രിസ്മस. गुड गर्ल. खुद बनाया? नो 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 इधर से. ओके बाय. थैंक यू सो मच. कोल्ड वीडियो नमस्ते. फेस only. फेस काटे ഓക്കെ 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 ഓക്കെ. എനിക്ക് ചേച്ചി 2-3 വീട്ടിലൊക്കെ കൊടുക്കണം ചേച്ചി. നമ്മള് ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോയി പുറത്തോട്ട്. മേരെ ലാസ്റ്റ് ക്രിസ്മസ് ഇൻ ഹൈദരാബാദ്. മേരി ക്രിസ്മസ്. एक वाला कहा ഇത് ऊपर में बचे सर कर दिया. हैप्पी क्रिसमस बोलो हैप्पी क्रिसमस. हैप्पी क्रिसमस. हैप्पी क्रिसमस. थैंक यू थैंक यू. मेरी क्रिसमस. ഫേസ് കാണുന്നില്ല. ഞാനല്ല വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വെട്ടമില്ല ഉള്ള രീതി. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. മാത്രമേ ഇല്ലാതെ ജോനി ഹാപ്പി ക്രിസ്മസ്. ഉറക്കത്തില്ലാത്ത ചേച്ചി നിങ്ങൾ ഹായ്. അപ്പോൾ ഇത് വന്നിട്ട് ക്രിസ്മസിന് കേക്ക് കൊടുത്തതാണ് കേട്ടോ. 25th ഞങ്ങൾ കേക്ക് ഓരോരുത്തർക്ക് കൊടുത്തത്. ഞങ്ങളുടെ അവസാനത്തെ ഹൈദരാബാദിലെ ക്രിസ്മസ് ആണ്. അതൊരു സ്പെഷ്യലാണ്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പം ഞാൻ കുറച്ച് പേര് മാത്രമേ കേക്ക് കൊടുത്തതായിട്ട് കാണിച്ചിട്ടുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, നമുക്കറിയാവുന്ന കുറേ ആൾക്കാരും കൂടെ നമുക്ക് ഹൈദരാബാദിൽ തന്നെ ഉണ്ട്. അവരൊക്കെ പുറത്താണ്. നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തല്ല താമസം. അതൊരു കാര്യം. പിന്നെ നമ്മൾ കേക്ക് കൊടുക്കാൻ തന്നെ സ്റ്റാർട്ട് ചെയ്ത ടൈം 8 മണിക്കാണ്. 8 മണിക്ക് കേക്ക് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊരു 11 മണി 12 അടുപ്പിച്ച ലാസ്റ്റ് വീഡിയോ നമ്മൾ എത്തിയപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ അവർ ഉറക്കത്തിൽ നിന്നാണ് ഞങ്ങൾ അവരെ കേക്ക് കൊടുക്കാൻ വേണ്ടി വിളിച്ചത്. എന്നിട്ടും അവരുടെ ഫാമിലിക്ക് ഉറങ്ങുമായിരുന്നു. പിന്നെ ആൾ മാത്രമായിട്ടാണ് കേക്ക് മേടിച്ചത്. അപ്പോൾ അത്രയും ഒരു ടൈമിങ് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് തന്നെ നമുക്ക് കേക്ക് കൊടുക്കണമെന്ന് വിചാരിച്ച് നമ്മൾ അടുത്തുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചില്ല. 12 മണി വരെ ക്രിസ്മസ് ആണല്ലോ, ആ ഒരു ടൈം നമുക്ക് ആക്കാമല്ലോ.
പിന്നെ കുറേ ആൾക്കാർ ലീവിനായിരുന്നു, പിന്നെ കുറേ ആൾക്കാർ പുറത്ത്, അതായത് ആ സമയത്തൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് ഓരോ സ്ഥലത്തൊക്കെ പോയി, അങ്ങനെ കുറച്ച് പേർക്കൊക്കെ കൊടുക്കാൻ പറ്റാതെയും പോയിട്ടുണ്ട്. പക്ഷെ ഉള്ള മാക്സിമം നമ്മൾ അടുത്ത് താമസിച്ച എല്ലാവർക്കും കേക്ക് കൊടുക്കാൻ പറ്റി എന്നൊരു വലിയ സന്തോഷമുണ്ട്. ഇതിപ്പോൾ പാതിരാത്രിയാണ് കേട്ടോ വന്നിട്ടിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇച്ചാനും ഒരുപാടൊക്കെ നല്ല ഉറക്കം, പിന്നെ അവർ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ലൈറ്റൊന്നും ഇടാതെ അത്ര ലേറ്റായിട്ട് നമ്മൾ കേക്ക് കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ നല്ല സമയം പോയി. എനിക്ക് ഒന്നും നിങ്ങളോട് പറയാനോ വീഡിയോ എടുത്ത് ഒരു എൻജ് കൊടുക്കാനോ പറ്റിയില്ല. അപ്പോൾ ശേഷം വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ ജസ്റ്റ് ഒരു വോയിസ് ഓവർ പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ രാത്രി എണീറ്റിട്ട് ഒലിവറിനെ ഉറക്കിയിട്ട് ഞാനിപ്പോൾ എൻജ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങനെ ഒരു കേക്ക് കൊടുക്കേണ്ട മെയിൻ പ്ലാൻ എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ലാസ്റ്റ് ക്രിസ്മസാണ് ഹൈദരാബാദിൽ. അപ്പോൾ നമുക്കതൊരു എന്നും ഒരു മെമ്മറബിൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത്. നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഓരോന്ന് കൊടുത്തിട്ടുള്ളത് അത്രയും സ്പെഷ്യലാണ് കേട്ടോ. നമുക്ക് കുറേ വർഷങ്ങളായാലും ഇതൊക്കെ കാണാനായിട്ട് പറ്റുമല്ലോ. ഇവരെയൊക്കെയാണ് നമ്മുടേതുണ്ടായിരുന്നെന്ന് പറയാം. അപ്പോൾ കേക്ക് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ക്രിസ്മസ് വിഷും ന്യൂ ഇയർ വിഷും കൂടെ നൽകുന്നു. കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് കരോൾ ഉണ്ടായിരുന്നു. കരോളിൻ്റെ അപ്പോൾ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ചാനലിൽ തന്നെയുണ്ട്. അപ്പോൾ കരോളിനായിരുന്നപ്പോൾ എല്ലാ ആൾക്കാരും കരോളിന് നമ്മൾ താമസിക്കുന്നിടത്ത് വന്നപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കാൻ പറ്റി. ഇപ്രാവശ്യം കരോൾ ഇല്ലാത്തത് കൊണ്ട് നമുക്കും നമ്മുടെ ക്രിസ്മസ് അല്ലേ, അതുകൊണ്ടാണ് മെയിനായിട്ട് കേക്ക് കൊടുത്തത്. നാളെ ന്യൂ ഇയർ ആണ്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ സമയത്ത് തന്നെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയതും ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും റിലേറ്റഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ 2024.